ഹായ്, നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മരങ്ങളും ഒക്കെ നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞു സ്ഥലം കേട്ടോ, അതിൽ മുളച്ച് വന്ന മാവുകളാണിത്. കുറേ വർഷങ്ങളായി മാങ്ങ ഉണ്ടാകുന്നതും നമ്മൾ പൊട്ടിക്കുന്നതും നമ്മൾ പിന്നെ നമ്മൾ പഴുപ്പിച്ച് കുറച്ചൊക്കെ കിട്ടുള്ളൂ കേട്ടോ പഴുപ്പിക്കാൻ. ബാക്കിയൊക്കെ ഇത് പാകമാകുമ്പോൾ പഴുത്ത് തുടങ്ങിയാൽ തന്നെ ഒരു പക്ഷികളൊക്കെ കൊത്തിയിട്ടൊക്കെ താഴത്തേക്ക് വീണ് നമ്മളങ്ങനെ അത് നോക്കിയിട്ടാണ് എടുക്കാറ്. അങ്ങനെ കൂടുതലും എടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് നന്നായി കഴിച്ചതിൻ്റെ ശേഷമാണ് ഇത് നമുക്ക് കാണാറുണ്ട്. പക്ഷെ നമ്മൾക്ക് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാരണം നമുക്കിത് പൊട്ടിക്കാനും പറ്റുന്നത്. അപ്പോൾ ഈ ഇപ്പം എല്ലാ വർഷം നമുക്കിത് ശരിക്കും ഒരു അഞ്ചാറ് വർഷം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിത് കുറേ പൊട്ടിച്ചിട്ട് പഴുപ്പിക്കാം കേട്ടോ. പിന്നെ ഇതൊരു പ്രിയൂര് മാങ്ങയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ പുഴു വരും. നമുക്കതിൽ പെട്ടെന്ന് കിട്ടുമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ പുഴൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കളയാം കേട്ടോ. പിന്നെ ഇപ്രാവശ്യവും നമുക്ക് മാങ്ങൊക്കെ വിരിഞ്ഞിട്ട് പഴുത്തു തുടങ്ങി. അപ്പം ഞാനിന്ന് നോക്കാൻ പോയതാട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വാങ്ങിക്കുന്ന സംഭവങ്ങളും ഒക്കെ പൂവായാലും കായായാലും നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നൊരു സംഭവം കേട്ടോ ഈ ഒരു മാങ്ങ. അതുപോലെ തന്നെ ചാമ്പക്ക ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടായാൽ മാത്രമേ ഈ ചാമ്പക്ക നമുക്ക് കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ പക്ഷികളൊക്കെ അത് കൊത്തി കഴിച്ച് അല്ലെങ്കിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറ്. ഇപ്പം നമ്മൾ കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അവിടെ നിന്ന് പഴുത്ത ഒരു മാങ്ങ ഇങ്ങനെ നോക്കി ഞാൻ പൊട്ടിച്ചതാട്ടോ. പൊട്ടിച്ചത് പൊട്ടിച്ചത് അങ്ങനെ പഴുക്കേണ്ട ആ ഒരു പക്വത്തിൽ എത്തിയിട്ടുള്ളൂ. ഞാൻ പൊട്ടിച്ച് ഇറങ്ങിട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പടിയുടെ ഇവിടെയൊക്കെ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ സീതപ്പഴം എന്നാണോ ഇതിൻ്റെ പേരുന്നത്, എനിക്ക് പെട്ടെന്ന് അറിയില്ല. അതിൻ്റെ ഒരു കായും ഇവിടെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോട്ടാ, ഇത് മുള്ളാത്താണ് കേട്ടോ. ഇത് ചക്കയുടെ ഒക്കെ അത്രയും വലിപ്പില്ല, കുഞ്ഞ് ചക്കയുടെ ഉള്ള ഓരോരോ മുള്ളാത്ത. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരുടെ വീട്ടിൽ ഇതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ. എല്ലാവരും ആഗ്രഹങ്ങൾ എല്ലാവർക്കും നടക്കട്ടെ. അപ്പം നമുക്ക് മറ്റുള്ളവർക്കും നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വേറെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട് എല്ലാ വീട്ടിലും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.